ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് റെഡി ആവണം കേട്ടോ. അപ്പോൾ എപ്പോഴത്തെയും പോലെ എൻ്റെ ഒരു മേക്കപ്പാണ്. സൺസ്ക്രീൻ നന്നായിട്ടൊന്ന് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സണ്ണൊന്നും ഇല്ല, പക്ഷേ എന്നാലും സൺസ്ക്രീൻ മസ്റ്റാണ്. കാരണം അതേ എനിക്ക് ചേരുള്ളൂ, ഒരു ഗ്ലോ കിട്ടുള്ളൂ ഫേസിന് കേട്ടോ. അപ്പോൾ അത് വീഡിയോ എടുക്കുന്നത് മറന്നിട്ട് ഞാൻ തേച്ചുകൊണ്ടിരിക്കുകയാണ്, സോറി. പിന്നെയാണ് ഓർത്തത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കേണ്ടതെന്ന്. അപ്പോൾ ഒന്ന് മെല്ലെയാക്കി. അത് കഴിഞ്ഞിട്ട് കാച്ചിലിട്ട് കൊടുക്കുകയാണ്. ഓൾറെഡി ഞാൻ മോർണിംഗ് കാച്ചിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഐ മേക്കപ്പ് എന്ന് പറയുന്നത് എൻ്റെ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ചെയ്യാൻ പോണത് ലിപ്പിൻ്റെ മേക്കപ്പാണ്, അതായത് ലിപ്സ്റ്റിക്ക്. അത് മാത്രമേ ഉള്ളൂ കേട്ടോ. ലിപ്സ്റ്റിക്ക് മസ്റ്റാണ്. അത് ഇട്ട് കഴിഞ്ഞിട്ട് ഉമ്മ ഇടയ്ക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അതും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു കോൺസെൻട്രേഷൻ അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മേക്കപ്പ് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് പോവാം കേട്ടോ. ചെരുപ്പ് മേടിക്കാമെന്ന് പറഞ്ഞിട്ട് ടൗണിലേക്ക് പോയതാണ്. ആദ്യം എൻ്റെ ബ്രദറിൻ്റെ കടയിലേക്കായിരുന്നു പോയത്. ഇത് ഞങ്ങൾ വീട്ടിൽ നിന്ന് പോണ വഴിയാണ്. ഇതൊക്കെ എൻ്റെ വീട്ടിനടുത്ത് തന്നെയാണ് കേട്ടോ. ഈ ആന പാവം വെയിലും മഴയൊക്കെ കൊണ്ടിട്ട് ഇവിടെ തന്നെ നിൽക്കുക. അങ്ങനെ ഇവിടെ ആയിട്ടാണ് ഒരു റോഡ് സൈഡ് ആയിട്ടാണ് അവർ ചെരുപ്പ് കടയുള്ളത് കേട്ടോ. അവിടെ പോയി നോക്കി കുറച്ച് ചെരുപ്പുകളൊക്കെ ഇട്ട് നോക്കി. എനിക്കൊന്നും സൂട്ടാവുന്നില്ല, ഭംഗി തോന്നില്ല. എനിക്ക് പെട്ടെന്ന് ചെരുപ്പ് കിട്ടില്ല, എൻ്റെ കാല് വലിയ കാലാണ്. പിന്നെ ഓപ്പോസിറ്റ് ഉള്ളതും അവരുടെ തന്നെ കടയാണെന്ന് പറഞ്ഞിട്ട് നോക്കാൻ വേണ്ടി പോയി. അവിടെ ഒന്ന് രണ്ട് ചെരുപ്പുകളൊക്കെ ഇട്ട് നോക്കി. കാണുന്ന ചെരുപ്പ് നന്നായിട്ടുണ്ടോ, എനിക്കിഷ്ടമായില്ല, ഞാൻ എടുത്തില്ല കേട്ടോ. അങ്ങനെ ചെരുപ്പുകളൊന്നും എടുക്കാതെ നേരെ ഞങ്ങൾ ഡ്രസ് വേൾഡ് പോയി. ഉള്ളിൽ കയറിയതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് അതൊന്നും കണ്ടില്ല. ഇതൊക്കെ സമ്മൂനെടുത്ത പാൻറ്റുകളാണ്. അപ്പോൾ ഇട്ടിട്ട് എനിക്ക് കാണിക്കുകയാണ് കേട്ടോ. കുറച്ച് ഷർട്ടും പാൻറ്റ്സൊക്കെ എടുത്തു. അപ്പോൾ പാൻറ്റ് ഇട്ട് നോക്കുക, ഷർട്ട് പിന്നെ നോക്കിയാൽ അറിയും സൈസ്. പാൻറ്റ് ഇട്ട് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാനും കൂടെ ഡ്രസ്സിങ് റൂമിലേക്ക് കയറിയിട്ട് ഞങ്ങളൊരു പട്ടി ഷോ ആണ്. അവിടെ ആരുമില്ലല്ലോ, ഫ്രീ ആയിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാതെ പറഞ്ഞിട്ട് അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ആളെൻ്റെ മൊബൈൽ മേടിച്ചിട്ട് എന്തോ കാണിക്കാൻ പോകുന്നുണ്ട്. ഫോട്ടോ എടുക്കട് കണ്ടു നോക്കുക ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ കാണുന്ന ഷർട്ട്സും പാൻറ്റൊക്കെ സമൂനം എടുത്തതാണ് കേട്ടോ. ആടി സെയിലൊക്കെ അല്ലേ. അപ്പോൾ എൻ്റെ ഈ മാസത്തെ ലാസ്റ്റ് സാലറിയാണ്. എൻ്റെ ജോബ് എന്താണ്, ഞാൻ എന്താ ചെയ്യണമെന്നൊക്കെ ചോദിച്ചവരോടാണ്. ഞാൻ നഴ്സിംഗ് കഴിഞ്ഞിട്ട് 6 മന്ത് യൂമെഡ് ഹോസ്പിറ്റലിൽ ട്രെയിനിങ്ങിന് കയറി. അവിടെ തന്നെ സ്റ്റാഫായിട്ട് 1 ഇയർ വർക്ക് ചെയ്തു. ഇപ്പം ഞാൻ കുറച്ച് ബ്രേക്ക് എടുത്തിരിക്കുകയാണ് കേട്ടോ. ജോലിയിൽ നിന്ന് ഇപ്പോൾ ലാസ്റ്റ് സാലറി ആയിരുന്നു. അതുകൊണ്ട് ശരി സമ്മൂന് ഡ്രസ്സ് എടുക്കാമെന്ന് പറഞ്ഞ് പോയതായിരുന്നു. കുട്ടികൾക്കും എടുത്തിട്ടുണ്ട്. അത് ഒരു പാർട്ടി ഉണ്ട്, അപ്പോൾ ഇടുമ്പോൾ കാണിക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. സമ്മൂന് പിന്നെ പാർട്ടിക്ക് വേണ്ടിയിട്ടില്ല, വെറുതെ എടുത്തതായിരുന്നു. ഞാൻ പിന്നെ കുറേ ഡ്രസ്സ് ലേഡീസ് വെയർ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ മുഖത്തിൻ്റെ എക്സ്പ്രഷൻ കണ്ടോ. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് വേറൊരു കാര്യം ഓർമ്മ വന്നത്. ഡ്രസ്സ് ഷേപ്പാക്കാനുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കണം. ഇനി സമ്മൂന് പാൻറ്റ് കുറച്ച് ഷേപ്പാക്കാനുണ്ട്, അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം ഞാൻ എൻ്റെ സന്തോഷം വന്നിട്ട് ഫ്രീ ആയിട്ട് ഇതൊക്കെ എടുത്തപ്പോൾ ഫ്രീ ആയിട്ട് അറിയേണ്ട സംഭവം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ സന്തോഷമാണ് കേട്ടോ. നമ്മൾ ക്യാഷ് കൊടുത്ത് മേടിക്കുമ്പോൾ നമുക്ക് ഒരു ഫ്രീയിൽ വല്ലതും തരുമ്പോൾ അത് വല്ലാത്ത സന്തോഷമാണ് എനിക്ക് പ്രത്യേകിച്ച്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വരുന്ന സമയത്ത് അവിടെ ഒരു കടയിൽ, അതായത് ഒരു വണ്ടിയിൽ പൊള്ളമുളക് കണ്ടിരുന്നു. ഡ്രസ്സൊക്കെ അവിടെ വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോയതാണ്. അത്യാവശ്യം ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. ഇവിടെ ഇതിന് പൊള്ളമുളക് എന്നാണ് കേട്ടോ പറയുക. നിങ്ങളിവിടെ എന്താ പറയാമെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത്യാവശ്യം റേറ്റ് ഉണ്ട്. അവിടെ ഞാൻ വിട്ടില്ല കേട്ടോ. അത് മേടിച്ച് കഴിഞ്ഞിട്ട് 2 നെല്ലിക്ക അവരെനിക്ക് ഫ്രീ ആയി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ഇതുവരെ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. കുട്ടികളെ ഒന്നും കൊണ്ടുപോയിട്ടില്ല. അവർ സ്കൂൾ വിട്ട് തന്ന് ട്യൂഷൻ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2 പേരും മാത്രമായിരുന്നു കേട്ടോ പോയത്. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.